പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി നോക്കി വരവേ 2005 ജനുവരി മാസം ഒരു ദിവസം പയ്യല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് കൊല്ലങ്കോട് അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ഗ്രാമമാണ്. അവിടെ ബുദ്ധി വികാസം പ്രാപിക്കാത്ത 27 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി, അല്ല ഒരു ചെറിയ കുട്ടിയുടെ പ്രകൃതമുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയം കയറി ബലാത്സംഗം ചെയ്തു. അമ്മ ഇല്ല സ്ഥലത്ത് എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് അതിനടുത്ത് തന്നെ താമസിക്കുന്ന മുരുകൻ എന്ന് പറയുന്ന 45 വയസ്സുള്ള ഒരു ആൾ, അയാളും സാധാരണ കൂലിപ്പണിക്കും മറ്റുമൊക്കെ പോവുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആ പ്രദേശത്തുള്ളൊരു ആൾ തന്നെയാണ്. അയാൾക്ക് ഭാര്യയും കുട്ടികളുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് പുറത്തേക്ക് പോയി തിരികെ ഉച്ചയോടുകൂടി തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുന്നതും ആ ഒരു അസ്വസ്ഥത കാണിക്കുകയോ ചെയ്തു. കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ, ആൾ ആര് എന്നുള്ളതൊക്കെ പറയാനും മാത്രമുള്ള ഒരു ശേഷിയുണ്ട്. അമ്മയ്ക്കത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും. കുട്ടിയുടെ അമ്മ തിരക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച്. അപ്പോൾ നടന്ന കാര്യങ്ങൾ കുട്ടി അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ സഹോദരനും ആയിട്ടും ഭർത്താവും ആയിട്ടും സംസാരിച്ചു ഈ കാര്യം, അതായത് അച്ഛനുമായിട്ടും അമ്മയുടെ സഹോദരനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ താമസം കൂടാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം പറഞ്ഞു. ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മറ്റുള്ള നടപടികളെല്ലാം അതേപോലെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ പോയി അന്വേഷിച്ച സാഹചര്യത്തിൽ ഇയാൾ അവിടെ ഇല്ല. ഈ ഗ്രാമത്തിൻ്റെ അല്പം കൂടെ കുറേ അങ്ങ് വടക്കോട്ട് പോകുമ്പോൾ ഒരു മലയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാടുമൊക്കെ പിടിച്ച പ്രദേശമാണ്. അയാൾ സാധാരണ അവിടെയൊക്കെ പോകാറുള്ളതാണ് ഈ മുരുകൻ. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിറ്റേ അന്വേഷണം ഒക്കെ ആ രീതിയിൽ അന്നത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയോടുകൂടി ഒരു 12:30-12:45 സമയത്തോടുകൂടി എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. ഞാൻ ഓഫീസിലുണ്ട്. അപ്പോൾ അതായത് ഇന്നലെ ആ കേസിലെ പ്രതി മുരുകൻ, ബലാത്സംഗ കേസിലെ പ്രതി മുരുകൻ അവിടെ ഉണ്ട്, ഒരു പ്രത്യേക സ്ഥലം പറഞ്ഞു, അവിടെ ആ പരിസരത്തുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ വന്നാൽ അയാളെ പിടികൂടാമെന്നും അവർ പറഞ്ഞു. അപ്പോൾ നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടിയെ, ഈ കുടുംബത്തിനെയൊക്കെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം. വളരെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച സാഹചര്യത്തിലൂടെ വളർന്നു പോകുന്ന ഒരു കുടുംബമാണ്. മറ്റു കുട്ടികളും ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ ഈ കുട്ടിയെ പ്രത്യേകിച്ചും എല്ലാവരും, ആരുമില്ലെങ്കിലും എല്ലാവരും നോക്കുന്നതാണ്. ആ പരിസരത്തുള്ള സാധാരണക്കാരുമൊക്കെ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കാര്യമായിട്ട് നോക്കിപ്പോരുന്നൊരു കുട്ടിയാണ്. 27 വയസ്സുണ്ടെങ്കിലും കാഴ്ചയിലൊരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആ ഒരു പ്രകൃതമാണ്, സംസാരവും ആ രീതികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് മൊത്തത്തിൽ അവിടെ ഉള്ള പ്രദേശവാസികൾക്ക് ഇതൊരു വലിയ സംഭവമായിട്ട് മാറി. കാരണം ആ കുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്ന് വന്നപ്പോൾ, അപ്പോൾ ഇയാൾ എവിടെയുണ്ട്, അല്ലെ എങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് നാട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ഉള്ള പോലീസുകാരുമായി ഞാൻ ഉടൻ സ്ഥലത്തെത്തി. ഞാനാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്കാളെ നേരിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നത് പ്രതീക്ഷിച്ച് തന്നെ അവിടെ നാട്ടുകാർ പലരും അവിടെയും ഇവിടെയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് ചെറിയ അടയാളം തന്നു, ഇത് ഇന്നയാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ റോഡിൻ്റെ അരികിൽ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ചെന്നു, പേര് ചോദിച്ചു. ആ പേര് മുരുകനെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ അയാളെ അവിടെ നിന്ന് കൂട്ടി പോലീസ് ജീപ്പിൽ കയറ്റി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നു. അയാൾ മറ്റ് അറസ്റ്റും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം രേഖകൾ തയ്യാറാക്കാനായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള എന്നെ സഹായിക്കുന്ന ASIയോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1-2 മണിയോടുകൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ സ്ഥലത്തേക്ക് ഊണ് കഴിക്കുന്നതിനായിട്ട് പോയി. ഹോട്ടലിൽ നിന്ന് ഊണ് പാഴ്സൽ, അന്ന് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ചെന്നു, വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിച്ച സമയം തന്നെ എൻ്റെ കൂടെയുള്ള, എൻ്റെ ഓഫീസിലുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ, വളരെ നല്ലൊരു പോലീസുകാരൻ, ഉത്തരവാദിത്തമുള്ള വിശ്വസ്തനായ പോലീസുകാരൻ, അയാൾ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാർ അതെ, ആ കൊണ്ടുവന്ന ആൾ കുഴഞ്ഞു വീണിരിക്കുകയാണ്. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ട് ഛർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അവരോട് പറഞ്ഞു, അവിടെ ഉള്ളൊരു വണ്ടിയിൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അടുത്ത് ഒരു 200 മീറ്റർ അപ്പുറത്ത് കൊല്ലങ്കോട് ഗവൺമെൻറ് ആശുപത്രിയാണ്. അവർ പോലീസുകാർ ആ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഉടൻ തന്നെ കൊല്ലങ്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. കൊല്ലങ്കോട് ആശുപത്രിയിൽ എത്തി അയാളെ പരിശോധിച്ചു.
ഡോക്ടർ പരിശോധിച്ചു. ഉടൻ തന്നെ ആ കൊണ്ടുപോയ പോലീസുകാരിൽ ഒരാൾ എന്നെ വിളിച്ചു. സാർ, അത് കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ചോദിച്ചു, ആരാണ് ഡോക്ടർ അവിടെ ഇത് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഡോക്ടർ വിദ്യാധരനാണ്, അദ്ദേഹം ആ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഫോൺ വിദ്യാധരൻ ഡോക്ടർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഡോക്ടറോട് ഞാൻ സംസാരിച്ച് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് കുറച്ച് സീരിയസ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊരു സൂചന വന്നു. ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഉയർന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. അതിനുള്ള സാധ്യത കാണുന്നില്ല, എന്താണ് പ്രശ്നമെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾക്ക് പറ്റുന്ന സഹായം, ചികിത്സാ സഹായം നൽകിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറോട്. ആ രീതിയിൽ ഡോക്ടർ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. പക്ഷേ വലിയ താമസമില്ലാതെ അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാതെ തിരിച്ച് ഓഫീസിലെത്തിയ സമയം എൻ്റെ കസ്റ്റഡിയിൽ, അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രതിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ഗൗരവമൊക്കെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കും. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ടായത് എന്തെന്ന് ചോദിച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ അതുവരെ എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തിരക്കുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ അനിഷ്ടമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ പോലീസുകാരാകെ ഉണ്ടായിരുന്നത് അപ്പോൾ പാറാവിൽ നിൽക്കുന്ന പോലീസുകാരും ആകെ സ്റ്റേഷൻ ചാർജിലുള്ള, അതായത് GD ചാർജുള്ള ഒരു പോലീസുകാരൻ ഒഴികെ വേറെ പോലീസുകാരെ ഒന്നും അവിടെ കാണാനില്ല. കാരണം അവർ ഭയപ്പെട്ടിട്ട് ഓടിയിരിക്കുകയാണ്. കാരണം ഇതിലെന്തെങ്കിലും സംഭവിക്കുമോ, ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുമോ എന്നുള്ളത്. ഞാൻ ഓഫീസിൽ വന്ന് അവരോട്, എൻ്റെ കൂടെയുള്ള എന്നെ സഹായിക്കുന്ന പോലീസുകാരൻ്റെ ഓഫീസിലുള്ളവരോട് ചോദിച്ചു, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ പറഞ്ഞു. കാരണം അവർ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. കാരണം അവരത് ആ രീതിയിൽ പെരുമാറുന്ന പോലീസുകാർ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടി എന്താണ്, കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതി, അത് ഒരു ബലാത്സംഗ കേസിലെ പ്രതി, ഒരു ബുദ്ധി വികാസമില്ലാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നു. അയാൾ കസ്റ്റഡിയിൽ വെച്ചു, മരണപ്പെട്ടിരിക്കുന്നു. മരണത്തിൻ്റെ കാരണം എന്താണ്, എങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴേ ഈ കേസ് രജിസ്റ്റർ ചെയ്യണം. ഞാൻ അത് അസ്വാഭാവിക മരണത്തിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനത് എങ്ങനെയാണ്, ആ ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ, അതായത് ആ കൺസേൺ ഉദ്യോഗസ്ഥൻ തന്നെ, CI തന്നെ സുവമോട്ടമായിട്ടാണ് FIR രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതാണ് ഉചിതമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ അയാളെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ്, അയാളെ ഇന്നലെ ഉണ്ടായ സംഭവവും അതുപോലെ തന്നെ ഇന്ന് അയാൾ നിന്ന കാര്യവും, അതുപോലെ അയാളെ വിളിച്ചു പറഞ്ഞ് പോയി അറസ്റ്റ് ചെയ്ത കാര്യവും കൂട്ടിക്കൊണ്ട് വന്ന കാര്യവും എല്ലാം പറഞ്ഞ് ഒരു FIR അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്തു. അപ്പോഴേക്കും അയാളെ പിടിച്ചുകൊണ്ട് വന്ന കാര്യം അത്രയ്ക്ക് പുറമേ അറിഞ്ഞിട്ടില്ല ആളുകൾ. അയാളുടെ ഭാര്യ അയാളെ അന്വേഷിച്ച് വന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണെന്നാണ് പോലീസുകാർ പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനപ്പം ഒരു FIR ഇടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് എഴുതാനായിട്ട് ഒരാളും ഈ പോലീസുകാരും തന്നെ മുന്നോട്ട് വരുന്നില്ല. കാരണം അവരുടെ കൈപ്പട അതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നമാകും. പിന്നീടൊരു എന്വേഷണമോ ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളത് വന്നു കഴിയുമ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് പോലീസുകാരും തയ്യാറാവുന്നില്ല. അപ്പോൾ അവിടെ ചാർജിലുള്ള ഹെഡ് കോൺസ്റ്റബിൾ ASI അയാളോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്ക് കൈ വിറയ്ക്കുന്നു, എനിക്ക് എഴുതാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അത് കേട്ട് നിന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, അത് കേസൊക്കെ എഴുതുന്നതാണ്, അവർ നേരിട്ട് ധൈര്യമായിട്ട് വന്നു, മുന്നിലേക്ക് വന്നിട്ട് അത് എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം എഴുതി അത് രേഖപ്പെടുത്തി കൃത്യമായിട്ട്. അയാളുടെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു, അതിൻ്റെ അറസ്റ്റിൻ്റെ നടപടികളും രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ അത് ജനറൽ ഡയറിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. ഇത്രയുമൊക്കെ ആകുമ്പോഴാണ് ഞാൻ നേരെ അത് SP വിളിച്ച് വിവരങ്ങൾ പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് വഴി SP അറിഞ്ഞിരുന്നു വിവരം. ഞാൻ പറഞ്ഞു, അന്ന് PM അബൂബക്കർ എന്ന് പറഞ്ഞ SP ആണ്, കോഴിക്കോട് സ്വദേശിയാണ്, നല്ല ഉത്തരവാദിത്തമുള്ള നല്ല മാന്യനായിട്ടുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ അവിടെ എത്തി. ഈ സമയം കൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ഒരു 10-30ഓളം ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് വന്നു. പോലീസ് സ്റ്റേഷനിൽ മാർച്ച് വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. അത് നേരെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ഹോസ്പിറ്റലിൽ ബോഡി സൂക്ഷിച്ചിരുന്ന മോർച്ചറിയും അതിൻ്റെ ജനൽ ചില്ലുകളും മറ്റുമൊക്കെ അടിച്ചു തകർത്തു. അങ്ങനെ ഈ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരാൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷം അവിടെ നിലവിൽ ആ കൊല്ലങ്കോട് ടൗണിലും പ്രദേശത്തും നിലവിലായി. പക്ഷേ അതുകൊണ്ട് മറ്റ് രീതിയിലേക്ക് പോകുന്നില്ല. അതിലൊരു
ഒരു വലിയ വിഭാഗം ആളുകളും കേസിലെ പ്രതി എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അത് ചെയ്ത കാര്യങ്ങളും അവർ മനസ്സിലാക്കി അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ സമയം അവിടെ സ്ഥലത്തെ MLA ശ്രീ KA ചന്ദ്രൻ അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം വന്നു, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു, എന്നോടും ചോദിച്ചു, കൃത്യമായിട്ടുണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എന്താണ് സംഭവം എന്ന് യഥാർത്ഥത്തിലുണ്ടായ സംഭവത്തെപ്പറ്റി ഒരു ബോധ്യം അദ്ദേഹത്തിന് വന്നു. അതേ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പുറത്ത് മുറ്റത്തിറങ്ങി നിന്ന് വിളിക്കുന്നതായിട്ടാണ് പോലീസുകാർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നീട് അത് പോസ്റ്റ്മോർട്ടത്തിന് പിറ്റേ ദിവസം അവിടെ കൊണ്ടുപോയി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ രാജാറാം അദ്ദേഹമാണ് അന്നത്തെ ഏറ്റവും കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു പോലീസ് സർജനാണ്. എൻ്റെ അനുഭവത്തിലും എൻ്റെ സർവീസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതിലൊരു പ്രത്യേക വ്യക്തിത്വമാണ് അദ്ദേഹം ഇത് ചോദിച്ചു, ഇതാരാണ് ഓഫീസർ CI ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, പിന്നെ അതിനെപ്പറ്റി എൻ്റെ അടയാളം അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ആണ് എന്നുള്ളത് കൂടെ പോയ ASI പറഞ്ഞു. എന്നോട് പറഞ്ഞു, ASI ഉടനെ തന്നെ എന്നെ വിളിച്ചു, ആ പോലീസ് സർജന് സാറിനെ പരിചയമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനാണ് വിളിക്കുന്നത്, അല്ലെ തന്നെ അയാൾ കൃത്യമായിട്ട് ഈ ഡോക്ടർ കൃത്യമായിട്ട് കാര്യങ്ങൾ നിശ്ചയിച്ച് ചെയ്യുന്ന ഒരു നല്ല ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്താണ് വളരെ നിഷ്പക്ഷനായിട്ടുള്ള ഒരു പോലീസ് സർജനാണ്. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ വഴിക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ഇത് മരണകാരണം എന്താണെന്നുള്ളത് അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം പോലീസ് SP ഓഫീസിലുള്ള ഒരു DCRB DYSP ആണ് നടത്തിയത്. അപ്പം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് തെളിഞ്ഞത് ഈ മുരുകൻ എന്ന് പറയുന്ന വ്യക്തി ഒതളങ്ങ വിഷക്കായാണ്, അത് കഴിച്ചിട്ടാണ് വന്നിരുന്നത്. സാധാരണ ഈ പാലക്കാട് ജില്ലയിലും മറ്റ് ചില ജില്ലകളിലും ഉണ്ട്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ എല്ലാം കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം പുറത്തു വരുന്നത്. അതുവരെ നോർമലി ആ സാധാരണ നിലയിൽ അത് കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെ അതിന് മുമ്പ് 1 മണിക്കൂറൊക്കെ മുമ്പ് ഇയാൾ ഈ ഒതളങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന 1 മണിക്കൂറിന് ശേഷം അയാൾ ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ അയാളുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിലും ആമാശയത്തിലുമൊക്കെ ഈ പറഞ്ഞ വിഷക്കായുടെ അംശങ്ങളുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട രൂക്ഷഗന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ആ കേസ് അല്ലെങ്കിൽ എൻ്റെ പേരിൽ വരാമായിരുന്ന ഒരു ലോക്കപ്പ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡി മരണം അത് സത്യസന്ധമായിട്ട് തന്നെ കൃത്യമായിട്ട് അത് പോലീസ് സർജൻ്റെയും മറ്റന്വേഷണത്തിലും ഒക്കെ തെളിഞ്ഞു. അത് ആ രീതിയിൽ അങ്ങനെ പോയി. സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളിൽ നമ്മൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഈ പോലീസുകാർ തന്നെ ചിലപ്പോൾ മർദ്ദിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ബലാത്സംഗ കേസുകളിലും ഈ ബുദ്ധിവികാസം പ്രാപിക്കാത്ത ഒരു പെൺകുട്ടിയെ ഈ രീതിയിലൊക്കെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിൽ പോലീസുകാർക്ക് ധാർമ്മികമായ രോക്ഷം കൊണ്ട് ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ സംഭവത്തിൽ അതിൻ്റെ കൂടെയുള്ള പോലീസുകാരോ അല്ലെങ്കിൽ ഏതായിരിക്കും നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നതുകൊണ്ട് അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു കസ്റ്റഡി മരണം എൻ്റെ സർവീസിൽ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2008 കാലത്ത് ഞാൻ കായംകുളം DYSP ആയിരിക്കെ 2008 ജൂൺ മാസം ഒരു ദിവസം കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ള പത്തിയൂര് കളിയിക്ക ശിവരാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ, അത് ചതുപ്പ് നിലമാണ്, തെങ്ങിൻ തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം ഒരു വേലിക്കല്ല്, അതായത് വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കരിങ്കല്ല് നീളത്തിൽ ഉള്ള ഒരു കരിങ്കല്ലിൽ കെട്ടി കുറച്ച് ഭാഗം വെള്ളത്തിൽ മുങ്ങിയും ബാക്കി ഭാഗം പുറമേ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു. പ്രഥമദൃഷ്ട്യാ തന്നെ ഇതൊരു കൊലപാതകമാണ്, ആരോ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ബോധ്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായി. ഈ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ അല്പം മാറി ഒരു
ഒരു 10 അടി 12 അടി മാറി ഒരു വെളുത്ത നല്ല തടിച്ച ഒരു പൂച്ച ചത്ത് കിടക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ പൂച്ച ചത്ത് കിടക്കുന്നതും ഈ സ്ത്രീയുടെ മരണവും അല്ലെങ്കിൽ ഇതും എല്ലാം കൂടെ ഒരു ദുരൂഹതകളേറുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് പോലീസിന് അത് ആദ്യം കാണാൻ സാധിച്ചത്. ഈ സ്ത്രീയെ പിന്നീട് ആളുകൾ അവിടെ വരികയും ഈ സ്ത്രീയെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അത് പങ്കജാക്ഷി എന്നു പേരുള്ള ഒരു സ്ത്രീയാണ്. സാധാരണ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്ത് നാട്ടുപുറത്തൂടെ നടക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്കൊരു 50-54 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ സാധാരണ നിലയിൽ അവരെപ്പറ്റി മോശമായിട്ടുള്ള ഒരു അഭിപ്രായമൊന്നും നാട്ടുകാർക്കില്ല. നാട്ടുകാരുടെ ഏത് കാര്യത്തിനുമൊക്കെ പോവുകയും അല്ലെങ്കിൽ അതുമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീ. മക്കൾ ഒക്കെ അവർ സ്വതന്ത്രമായിട്ട് പോകാൻ മാത്രമുള്ള പ്രായം ഉള്ള കുട്ടികളാണുള്ളത്, വിവാഹിതരാണ്. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്, എന്താണ് അവിടെ അവരെത്താൻ കാര്യം, എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഒരു അന്ത്യം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചു. അല്ലെങ്കിൽ അതിലേക്ക് കടക്കുമ്പോൾ ഈ പൂച്ച എന്തുകൊണ്ട് ഇവിടെ വന്നു, അല്ലെ പൂച്ച എങ്ങനെ മരിച്ചു, അല്ലെ പൂച്ച ചത്തു. അപ്പോൾ ഈ സ്ത്രീയുടെ ഇൻക്വസ്റ്റ് നടത്തുന്നതോടൊപ്പം തന്നെ അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഈ പൂച്ചയുടെ ഒരു ഇൻക്വസ്റ്റ് പോലെ ഒരു മകസർ എഴുതി തയ്യാറാക്കി. അപ്പോൾ അത് രണ്ടും തമ്മിലെന്തോ ബന്ധമുള്ളതുപോലെ ഞങ്ങൾക്കും തോന്നി. കാരണം അവിടെ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അതും മകസറിൽ ഞങ്ങൾ എടുത്തു. അപ്പം എന്തോ ഭക്ഷണത്തിൽ നിന്നുള്ളൊരു വിഷാംശം അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് അങ്ങനെ പോകുന്നത്. കാരണം ഒരു പൂച്ച അടുത്ത് ചത്ത് കിടക്കുക എന്ന് പറയുമ്പം ആ പൂച്ച എന്തോ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം കഴിച്ചിട്ടായിരിക്കാം പൂച്ചയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയിലെത്താൻ കാര്യമെന്ന് തോന്നി. അപ്പോൾ പൂച്ചയുടെ മകസർ എഴുതി വെറ്റിനറി സർജനെ കൊണ്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിച്ചു. അതേസമയം പങ്കജാക്ഷിയുടെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിലും നടത്തി. അപ്പം അന്വേഷണം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വെറ്റിനറി സർജൻ്റെ പരിശോധനയിൽ ഈ പൂച്ച വിഷാംശമുള്ള ഭക്ഷണ പദാർത്ഥം കഴിച്ചാണ് അവിടെ ചത്ത് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഭക്ഷണ അവശിഷ്ടമുണ്ട്, പൊറോട്ടയും ചിക്കൻ കറിയോ അങ്ങനെയുള്ള ആ രീതിയിലാണ് കണ്ടത്. അതും ഞങ്ങൾ ശേഖരിച്ചു തെളിവായിട്ട്. അത് കെമിക്കൽ ലാബറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. അതിലും വിഷത്തിൻ്റെ അംശം കണ്ടെത്തി. സ്വാഭാവികമായിട്ടും ചിന്തിക്കുമ്പം അതൊരു ആത്മഹത്യ, അത് വിഷം കഴിച്ച് ആ സ്ത്രീയും അതിൻ്റെ അവശിഷ്ടം കഴിച്ച പൂച്ചയും ചത്തു എന്നുള്ളത് അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന. പക്ഷേ ഒരു കല്ല്, വേലിക്കല്ല് ആ ശരീരത്തോട് കൂട്ടി കയറ് കൂട്ടി കെട്ടിയിരിക്കുകയാണ്. അതും ഈ വെള്ളത്തിലേക്ക് പകുതി ഭാഗം മുങ്ങിയ നിലയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് ആരംഭിച്ചത്. അപ്പോൾ ഈ സ്ത്രീക്ക് എന്തിനു വേണ്ടിയാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയത്? സ്ത്രീയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ നഷ്ടപ്പെട്ടതായി സ്ത്രീയുടെ ബന്ധുക്കൾ പറയുന്നുമുണ്ട്. അപ്പോൾ ആരോ എന്തിനോ ഏതാവശ്യത്തിനോ വേണ്ടി ഇവരെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയത്. അപ്പോൾ ആരായിരിക്കും എന്നുള്ളത് പിന്നീട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് അന്വേഷണങ്ങൾ നടത്തി. ഈ സ്ത്രീ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു സ്ത്രീയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആരുമായിട്ടോ പ്രത്യേക അടുപ്പമോ അല്ലെങ്കിൽ അകൽച്ചയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ നാട്ടുപുറത്തുകാരിയായ ഒരു സ്ത്രീ. പക്ഷെ ഒരു സൂചന കിട്ടി ഞങ്ങളുടെ അന്വേഷണത്തിൽ. നാട്ടിലും അത് ആ പരിസരത്തും അന്വേഷിച്ചപ്പോൾ ഏതാനും ദിവസമല്ല, ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവർ തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ വെച്ച് ആ പരിസരത്ത് വെച്ച് കണ്ടിരുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. ഇവർക്ക് എന്തിനാണ് ഇവർ ഭീമാപള്ളിയിൽ പോയത് അല്ലെങ്കിൽ എന്തിനു വേണ്ടി പോയി എന്നുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ അത് കൂടുതൽ അന്വേഷിച്ച് വരുമ്പോൾ ഇവരോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഒരു പുരുഷനൂടെ, ഒരു പ്രായമുള്ള പുരുഷനൂടെ ഉണ്ടായിരുന്നു. അയാളും ആ പ്രദേശവാസി, ആ പ്രദേശത്തൂടെ തന്നെയുള്ള ആളാണ്. അയാളുടെ പേര് ജലാലുദ്ദീൻ എന്നാണ്. അയാൾ ഈ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളുമൊക്കെ കൊണ്ടു നടന്ന് വിൽപ്പന നടത്തുന്ന ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ അയാളും ഈ സ്ത്രീയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും
അടുപ്പമോ ഇടപാടോ ഉള്ളതായിട്ട് പുറമേ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ആർക്കോ അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ സ്ത്രീ അയാളോടൊപ്പമാണ് ഭീമാപ്പള്ളിയിലെ തിരുവനന്തപുരം പോയത് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് പോലീസിന് വിവരം അല്ലെങ്കിൽ അന്വേഷണത്തിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അയാൾക്ക് എന്താണ് ഇതിനകത്ത് ബന്ധം, അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? കൂടുതൽ അന്വേഷിച്ചു. തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇയാൾ ഈ പാത്രക്കച്ചവടക്കാരനായതുകൊണ്ട് ഇയാളെ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശമുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. കച്ചവടക്കാരും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നടന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ആളിനെ കടക്കാരും മറ്റുള്ളവരൊക്കെ തിരിച്ചറിയും. അങ്ങനെ അന്വേഷിക്കവേ അങ്ങനെ അന്വേഷിച്ച് വരവേ ഈ കായംകുളം ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം ഇയാൾ വന്ന് ഇറങ്ങി, ഒരു സന്ധ്യയ്ക്ക് ഇറങ്ങിയായിട്ട് വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ അയാളോടൊപ്പം ഒരു സ്ത്രീയും ഉള്ളതുണ്ട്. അവരെ നമ്മളോട് പറയുന്ന ആളുകൾക്ക് അത്രയ്ക്ക് പരിചയം പോലെ. അപ്പോൾ അവർ കടയിൽ നിന്ന് ഒരു 2 പേർക്കുള്ള ഭക്ഷണം വാങ്ങുന്നുണ്ട്. പൊറോട്ടയും ചിക്കൻ കറിയും അയാൾ വാങ്ങുന്നുണ്ട്. അതിനുശേഷം അവർ ബസ്സിൽ കയറി ഈ പറഞ്ഞ, അപ്പോൾ രാത്രി സമയമായി കാണും, സന്ധ്യ കഴിഞ്ഞുള്ള 7 മണി 7:30 സമയത്താണ് ഈ പറഞ്ഞ ഹോട്ടൽ പരിസരത്ത് വന്നിട്ടുള്ളത്. ഇത് അന്വേഷിച്ചു നമ്മൾ കണ്ടെത്തിയ കാര്യമാണ്. അപ്പം അപ്പോൾ ഇയാളായിരിക്കാം, അല്ലെ ഇയാളാണ് അവസാനമായിട്ട് ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നത്. മരണത്തിന് മുമ്പ് അവസാനമായി ഉള്ളയാൾ ആ മരണത്തെപ്പറ്റിയുള്ള അഭിപ്രായം അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അയാൾ തരുന്ന വിവരങ്ങൾ വിലപ്പെട്ടതാണ്. അതാണ് നിയമത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒരു ബാലപാഠമാണ്. അപ്പം ഇയാൾ എവിടെയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ അയാളെ പറ്റിയുള്ള വിവരങ്ങളൊന്നുമില്ല. അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആളല്ല. അയാൾ വീടുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുള്ള ആളുമല്ല. അയാൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, ഇപ്പോൾ എവിടെ, ആ പ്രദേശങ്ങളിലൊന്നും അയാളെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല. ഈ സംഭവത്തിന് ശേഷമുള്ള ആരോട് ചോദിച്ചാലും അയാളെ പറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ മറ്റാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അയാൾ ഈ പാത്രങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അയാൾ പാത്രം വാങ്ങാൻ പോകുന്ന കടകളുണ്ട് കൊല്ലത്ത്. ഞങ്ങൾ പോയി ചോദിച്ചു. പല കടകളിലെല്ലാം ഇയാളെ അറിയാം. ചെന്ന് ചോദിച്ച കടയിൽ അയാൾ വരാറുണ്ടായിരുന്നു. ഇപ്പം വന്നിട്ട് കുറച്ച് കാലമായി. പിന്നെ അയാളുടെ രീതി അനുസരിച്ച് പാത്രം മുഴുവനായി വില അയാൾ അല്ലെങ്കിൽ തുക കൊടുക്കില്ല. പാത്രത്തിൻ്റെ വില അത് പിന്നീട് തരാമെന്ന് പറയും. അങ്ങനെ പണത്തിൻ്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിൽ അയാൾ അത്ര കൃത്യമല്ല എന്നുള്ള ഒരു വിവരമാണ് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ മറ്റു കടകളിൽ ഞങ്ങൾ ചെന്നു, ഇതുപോലെ വിൽക്കുന്ന കടകളിൽ. അപ്പോൾ അവിടെയും ഇതേ രീതിയിലുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് അയാളെ പറ്റി കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അയാൾ വീടുമായിട്ട് വിട്ടു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടക്കാരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടോ കടക്കാരിൽ അന്വേഷിച്ചിട്ടോ കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നടന്ന് ഫീൽഡിൽ അല്ലെങ്കിൽ കൊണ്ടുനടന്ന് പാത്രങ്ങൾ വിൽക്കുന്ന ഇതേ രീതിയിൽ കച്ചവടക്കാരെ സമീപിച്ചു. അത് ഞങ്ങൾ കടയുടെ അവിടെ നിന്നിട്ട് തന്നെ ഈ വന്നു പോകുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരെ കണ്ടു പരിചയപ്പെട്ട് ഇങ്ങനെയുള്ള ഒരാളെ പറ്റി വല്ല വിവരങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ അയാൾ സ്ഥിരമായിട്ട് വരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, അപ്പോൾ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ടില്ല. വല്ലപ്പോഴും വല്ല സ്ഥലങ്ങളിലും വന്നു പോകുന്നതായിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചാണ് അയാളെ ഞങ്ങൾക്ക് ഒരുപാട് കാത്തിരുന്നിട്ടാണ് അയാളെ ഈ കരുനാഗപ്പള്ളി ഭാഗത്തിന് കിഴക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് കാണാനും സാധിക്കുന്നു. അയാളെ അവിടെ നിന്നാണ് പോലീസ് പാർട്ടി അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ചോദ്യം ചെയ്ത വേളയിൽ ആദ്യം അയാൾ ഇത് കുറ്റം നിഷേധിച്ചു, അയാളല്ല എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും പറയുന്നതാണെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. ഭീമാപ്പള്ളിയിൽ അയാൾ ഈ സ്ത്രീയോടൊപ്പം പോയി എന്നും അവിടെ ഉള്ള തെളിവുകൾ, ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ അയാളെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കാര്യങ്ങൾ, നടന്ന സംഭവങ്ങൾ നടന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഭീമാപ്പള്ളിയിൽ പോവുകയും അവരുമായിട്ട് ഒരുമിച്ച് പോവുകയും തിരിച്ചു വരികയും ചെയ്തതും ഈ പറഞ്ഞ കായംകുളം ബസ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൻ്റെ കാര്യവുമൊക്കെ അയാൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അയാൾ കാശിൻ്റെ ആവശ്യമുണ്ട്, അയാൾ സാമ്പത്തിക ബാധ്യത അയാൾക്കുണ്ടായിരുന്നു. അയാൾ ഈ സ്ത്രീയുമായിട്ട് പൈസയുടെ ഇടപാടും മറ്റും അയാൾക്കുണ്ട്. കാരണം ഈ സ്ത്രീയുടെ കയ്യിൽ കുറച്ച് കാശുമൊക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ളൊരു പരിചയമാണ്. അന്ന് നടന്ന സംഭവത്തെപ്പറ്റി അയാളോട് കൃത്യമായി പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ കായംകുളത്തു നിന്നും ബസ് കയറി ഈ പറഞ്ഞ പത്തിയൂർ ഭാഗത്ത് ബസ് ഇറങ്ങി. അവർ രണ്ടുപേരും നടന്ന് ഈ സംഭവസ്ഥല പരിസരത്തേക്ക് പോയി. അവിടെ ചെന്ന് ഈ പോകുന്ന വഴിയിൽ തന്നെ ഇയാൾ മുമ്പ് കരുതിയിരുന്ന വിഷം
ഈ ഭക്ഷണ പദാർത്ഥത്തിൽ ചേർത്തിരുന്നു. അവർക്കുള്ള ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇവർ തമ്മിൽ സംസാരിച്ചു, ഇവർ അടുത്ത് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയും ഇവരുടെ കാതിലുള്ള കമ്മൽ തട്ടിയെടുക്കണമെന്നുള്ള ഇയാൾക്കൊരു വിചാരമുണ്ടായിരുന്നു. അത് അവരെ കൊലപ്പെടുത്തിയാണെങ്കിലും എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർക്ക് അവരുടെ ഭക്ഷണ പദാർത്ഥത്തിൽ വിഷം കലർത്തി കൊടുത്തത്. അവർ ഭക്ഷണം കഴിച്ചു, പക്ഷേ തിരക്കിനിടയിൽ ഈ കലർത്തിയ വിഷം ശരിയായ രീതിയിൽ കലക്കാനോ അതിലും എല്ലാ ഭാഗങ്ങളിലും ചെയ്യാനോ സാധിച്ചില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അവർ കഴിച്ച ഭാഗം ഒന്നുകിൽ അവർക്ക് മരണപരമായ രീതിയിലുള്ള വിഷാംശം അതിനകത്തുണ്ടായിരുന്നില്ല. അവരെ ഒരു കാരണവശാലും അവർ രക്ഷപ്പെട്ടു പോരരുത്, അല്ലെങ്കിൽ മരണത്തിൽ നിന്നോ അല്ലെങ്കിൽ പോകാൻ പാടില്ല, അയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ പരിസരത്തുണ്ടായിരുന്ന ഒരു വേലിക്കല്ല് കൂടി ശരീരത്തോട് ചേർത്ത് ആ വെള്ളത്തിൽ അവരെ കല്ലുകെട്ടി ആ വെള്ളത്തിൽ ഇട്ടത്. ആ പൂച്ച അതിന് ശേഷം വന്നിട്ടുള്ളതാവാം. ആ ഭക്ഷണാവശിഷ്ടം കഴിച്ച പൂച്ച കഴിച്ച ഭാഗത്ത് ചിലപ്പോൾ പൂച്ചയ്ക്ക് മരിക്കാൻ അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ചാകാനും മാത്രമുള്ള വിഷാംശം അതിൽ കലർന്നിട്ടുണ്ടാകാം എന്നാണ് ഞങ്ങൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഈ കേസിൽ ഈ പറഞ്ഞ പ്രതിയെ ട്രയൽ കോടതി ശിക്ഷിക്കുകയാണ് ചെയ്തത്. അന്ന് DYSP ആയിരിക്കെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ പ്രശ്നവും തലവേദനയുമായിട്ട് മാറി. എങ്ങനെയും ഇവരെ പിടികൂടിയേ ഒക്കൂ. കാരണം അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസിന് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത. കാരണം ജീവനും പോകുന്നു, അല്ലെങ്കിൽ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ സ്വത്തും പോകുന്നു.